ഹായ് ഹലോ ലെറ്റസ് ലേണിൻ്റെ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യവഹാര രീതി, ജ്ഞാനനിർമ്മിതിവാദം എന്നിവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ജില്ലകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂവിന് ഓരോരുത്തരായിട്ട് ചോദിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ചോദ്യങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലൊരു ചോദ്യമാണ് ഇത്. അപ്പോൾ അതിനുത്തരം എന്താണെന്ന് നോക്കാം. ആദ്യം വ്യവഹാര രീതി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണ്ടേ? വ്യവഹാരിക സമീപനം അല്ലെങ്കിൽ ബിഹേവിയറൽ അപ്രോച്ച്. നമ്മൾക്ക് കുറച്ചൊക്കെ പരിചയം ഉണ്ടായിരിക്കും അല്ലേ? വ്യവഹാര രീതി നമ്മൾ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ മുഖ്യ വക്താവ് എന്ന് പറയുന്നത് JB വാട്സൺ ആണ്. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള JB വാട്സൺ ആണ് വ്യവഹാരിക സമീപനത്തിൻ്റെ മുഖ്യ വക്താവ്. വ്യവഹാരശാസ്ത്രമാണ് മനഃശാസ്ത്രമെന്നും ഒരു പഠിതാവിന് അവൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്നും അഭിപ്രായപ്പെട്ട ഒരാളാണ് JB വാട്സൺ. നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് എന്നഭിപ്രായപ്പെട്ട ഒരു സമീപനം കൂടിയാണ് വ്യവഹാരിക സമീപനം. അപ്പോൾ എന്താണ്? വ്യവഹാരശാസ്ത്രമാണ് മനഃശാസ്ത്രമെന്നും ഒരു പഠിതാവിന് അവൻ്റെ സാഹചര്യത്തിൽ മനസ്സിലാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നും അഭിപ്രായപ്പെട്ട ഒരാളാണ് JB വാട്സൺ. അപ്പോൾ അതിനോടനുബന്ധമായിട്ടുള്ള ഒരു സമീപനമാണ് വ്യവഹാരിക സമീപനം. അതായത് നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് ഒരു വ്യക്തി പഠിക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു സമീപനമാണ് വ്യവഹാരിക സമീപനം. ഒരു വ്യക്തിയെ മനസ്സിലാക്കാനായി ആ വ്യക്തിയുടെ വ്യവഹാരങ്ങളെ പഠനവിധേയമാക്കുന്ന സമീപനം ആണ് ഈ വ്യവഹാരിക സമീപനം എന്ന് പറയുന്നത്. ഒരു ജീവി ഒരു ബാഹ്യശക്തിയാൽ ഉത്തേജിതമാകാത്തിടത്തോളം അത് നിഷ്ക്രിയമായിരിക്കും എന്നാണ് ഈ ഒരു സമീപനം കരുതുന്നത്. ഒരു ജീവി ഒരു ബാഹ്യശക്തിയാൽ ഉത്തേജിതമാകാത്തിടത്തോളം അത് എന്തായിരിക്കും? നിഷ്ക്രിയമായിരിക്കും. ഈ ഒരു സമീപനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അങ്ങനെയാണ്. സ്വിച്ച് ബോർഡിനെ പോലെ എണ്ണമറ്റ ചോദക പ്രതികരണ ബന്ധങ്ങൾ വഴി പ്രവർത്തിക്കുന്ന യന്ത്ര സംവിധാനമാണ് ജീവി എന്നാണ് ഈ ഒരു വ്യവഹാരിക സമീപനത്തിൻ്റെ വക്താക്കൾ അഭിപ്രായപ്പെടുന്നത്. ചോദകം എന്ന് പറയുമ്പോൾ സ്റ്റിമുലസ്. ഒരു ചോദകം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. എന്നിട്ട് തലച്ചോറിലൂടെയുള്ള ചില പരസ്പര ബന്ധങ്ങളും അതിൻ്റെ പ്രസരണവും വഴി അതിനൊരു റെസ്പോൺസ് ഉണ്ടാവുന്നു. ആ റെസ്പോൺസ് പുറത്തേക്ക് വരുന്നു. ഓരോ സ്റ്റിമുലസും ഒരു നിശ്ചിത റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് വ്യവഹാരിക സമീപനത്തിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ പറയുന്നത്. അതായത് ഏതൊരു പ്രതികരണവും ഒരു സ്റ്റിമുലസ് ഉണ്ടാവുന്നതിലൂടെയാണ് നടക്കുന്നത്. അതായത് ഒരു ജീവിയിലെ പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യന്, ഒരു ജീവി എന്തോ ആകട്ടെ, ഒരു ജീവനുള്ള ഒരു വസ്തുവിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ആക്ഷനിലൂടെയാണ് എന്നാണ് അവർ പറയുന്നത്. അത്തരം SR അതായത് സ്റ്റിമുലർ റെസ്പോൺസ് ബന്ധങ്ങളുടെ പരിണിത ഫലമാണ് വ്യവഹാരം. സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങൾ വഴിയാണ് പഠനം നടക്കുന്നത്. പ്രബലനം അവയെ ഫലവത്താക്കുന്നു. അഭ്യാസത്തിലൂടെയുള്ള ആവർത്തനത്തിലൂടെ ശീലങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ വ്യവഹാരിക സമീപനം പറയുന്നത് എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങളുടെ ഫലമായിട്ടാണ് ഒരു വ്യവഹാരം, ഒരു വ്യക്തിയിലെ ഓരോ കാര്യങ്ങൾ, ഒരു വ്യക്തി എന്ത് പ്രവർത്തനം ചെയ്യുന്നത്, അതാണ് വ്യവഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നടക്കുന്നത് ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങളുടെ ഫലമായിട്ടാണ്. അങ്ങനെ ഒരു സ്റ്റിമുലസ് ഉണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് ഒരു റെസ്പോൺസ് അവിടെ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ ഓരോ പഠനവും നടക്കുന്നു. അതിന് കൂടുതൽ പ്രബലനം നൽകുമ്പോൾ ആ പഠനം ഫലവത്താകുന്നു. അങ്ങനെ കൂടുതൽ കാലം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഓരോ പുതിയ ശീലങ്ങൾ രൂപീകരിക്കപ്പെടുകയും ഓരോ കാര്യങ്ങളും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് വ്യവഹാരിക സമീപനം പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഒരു കാര്യം പഠിക്കണമെങ്കിൽ എന്താണ്? നമ്മൾ ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകർ എന്തെങ്കിലും അവർക്ക് പഠിക്കാനായിട്ടുള്ള എന്തെങ്കിലും കാര്യം മുൻകൂട്ടി നൽകണം. അപ്പോൾ അതൊരു സ്റ്റിമുലസ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അവരതിനെ റെസ്പോൺസ് ചെയ്യും, അത് കണ്ടെത്തും, അത് പഠിക്കും. അങ്ങനെയാണ്. പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പഠനം അവരിൽ നിലനിൽക്കുകയും ചെയ്യും. ഇനി നമ്മളതിനെ പ്രോത്സാഹനത്തിനെയാണ് ഇവിടെ പ്രബലനം എന്ന് പറയുന്നത്. പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്താണ്? ആ പഠനം കൂടുതൽ ഫലവത്താകുന്നു.
അതാണ് വ്യവഹാരിക സമീപനത്തിൽ പറയുന്നത്. ഇങ്ങനെ ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് രീതിയിലൂടെയാണ് പഠനം നടക്കുന്നത് എന്നാണ്. ജെ.ബി. വാട്സൺ മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. അനുബന്ധനം കൊണ്ട് വൈകാരിക പഠനങ്ങൾ ഉണ്ടാക്കാമെന്നും പല കുട്ടികളുണ്ടാകുന്ന പല ഫോബിയകൾ അനുബന്ധനം അഭ്യസിക്കുന്നത് വഴിയാണെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വ്യവഹാരിക സമീപനത്തിൻ്റെ ജെ.ബി. വാട്സൺ മാത്രമല്ല മറ്റു വക്താക്കൾ കൂടിയുണ്ട്. അവരാണ് പാവ്ലോവ്, തൊണ്ടേക്ക്, സ്കിന്നർ, സി.എൽ. ഹൾ എന്നിവർ. അപ്പോൾ നമ്മൾക്കറിയാം ഇവരുടെ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. പാവ്ലോവിൻ്റെ നായയിലുള്ള പരീക്ഷണം, തൊണ്ടേക്കിൻ്റെ ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ്, അതുപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, സ്കിന്നർ ഒരു എലിയിൽ നടത്തിയിട്ടുള്ള പരീക്ഷണം, ഇതൊക്കെ ഇവരെ ഈ വ്യവഹാരിക സമീപനവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇനി ജ്ഞാനനിർമ്മിതി എന്താണ്? കുട്ടി അറിവ് നിർമ്മിക്കുന്നുവെന്നും പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നതെന്നും അനുമാനിക്കുന്ന സിദ്ധാന്തമാണ് വൈജ്ഞാനിക സിദ്ധാന്തം. പഠനത്തിൽ പഠിതാവിനാണ് കേന്ദ്രസ്ഥാനമെന്നും വിദ്യാഭ്യാസം വ്യക്തിയുടെ സർവ്വതോന്മുഖമായ വികസനമാണെന്നും ഈ വികസനത്തിൽ വൈജ്ഞാനിക വികസനമാണ് മുഖ്യം എന്നും വാദിക്കുന്നത് വൈജ്ഞാനിക സിദ്ധാന്തങ്ങളാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതായത് പഠിതാവിന് ഇവിടെ ഒരു ഗവേഷകൻ്റെ പങ്കാണ് വഹിക്കാനുള്ളത്. അധ്യാപകൻ ഒരു വഴികാട്ടിയുടെ കടമ നിർവഹിക്കണം എന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. കാരണം കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പഠിതാവിനാണ് കേന്ദ്രസ്ഥാനം, വ്യക്തിയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകൻ ഇവിടെ ഒരു സഹായിയായിട്ട് അല്ലെങ്കിൽ ഒരു ഗവേഷകനായിട്ട് ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുകയാണ് വേണ്ടത്. ഇവിടെ കണ്ടെത്തലുകളിലൂടെയാണ് പഠനം നടക്കുന്നത്. കണ്ടെത്തലുകളിലൂടെയുള്ള പഠനത്തിൽ ഉണ്ടായിരിക്കേണ്ട 3 സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ജ്ഞാനനിർമ്മിതിവാദം പറയുന്നുണ്ട്. ഉത്തേജനം, നിലനിർത്തൽ, മാർഗദർശനം എന്നിവയാണവ. ഈ സാഹചര്യങ്ങൾ 3 നൽകാൻ അധ്യാപകന് കഴിഞ്ഞാൽ കണ്ടുപിടുത്തങ്ങളിലൂന്നിയുള്ള പഠനം സാധ്യമാണ് എന്നും അവർ പറയുന്നു. അപ്പോൾ വ്യവഹാര രീതിയും ജ്ഞാനനിർമ്മിതിവാദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യവഹാര രീതി എന്ന് പറയുന്നത് ഒരു ചോദകം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിനൊരു പ്രതികരണം ഉണ്ടാകുന്നു, അതിൻ്റെ ഫലമായിട്ട് പഠനം നടക്കുന്നു. എന്നാൽ ജ്ഞാനനിർമ്മിതിവാദം പറയുന്നത് എന്താണ്? കുട്ടി സ്വയം പഠിക്കുകയാണ്, അറിവ് സ്വയം നിർമ്മിക്കുകയാണ്, അങ്ങനെയാണ് പഠനം നടക്കുന്നത്. കണ്ടെത്തലുകളിലൂടെയാണ് പഠനം നടക്കുന്നത്. ഇവിടെ പഠിതാവാണ് മുഖ്യ കേന്ദ്രമായിട്ട് വർത്തിക്കുന്നത്. അധ്യാപകൻ ഒരു ഗവേഷകൻ്റെ അല്ലെങ്കിൽ വഴികാട്ടിയുടെ ഒരു റോള് മാത്രമേ ഉള്ളൂ. എന്നാൽ വ്യവഹാര രീതിയിലാണെങ്കിൽ അവിടെ കൂടുതൽ ചോദകങ്ങൾ അങ്ങോട്ട് നൽകണം. അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു പഠനം, ഒരു റെസ്പോൺസ്, ഒരു പ്രതികരണം മാത്രമാണ് അവിടെ നടക്കുന്നുള്ളൂ. അതാണ് പഠനമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ കുട്ടിക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും അവിടെ ചോദകങ്ങൾ നൽകുന്ന ആൾക്ക്, അധ്യാപകനാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഓരോ വിദ്യാഭ്യാസ പ്രസക്തിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്ത ഒരു സെഷനിൽ, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വ്യവഹാര രീതിയും ജ്ഞാനനിർമ്മിതിയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് കേട്ട് മനസ്സിലാക്കി വയ്ക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.